എയിംസ് എവിടെ വേണം? ആ ചോദ്യത്തിന് ഇതുവരെ ഉത്തരമായിട്ടില്ല. ബിജെപിയിലെ തർക്കം തുടരുകയാണ്. ആലപ്പുഴയിൽ വേണമെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പറയുമ്പോൾ തിരുവനന്തപുരത്തോ തൃശൂരോ വേണമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. ഇന്ന് സംസ്ഥാന സമിതിയിൽ പങ്കെടുക്കുന്ന ദേശീയ അധ്യക്ഷൻ JP നദ്ദ പരിഹാരം കാണുമെന്നാണ് സൂചന. സംസ്ഥാന സർക്കാർ സ്ഥലം കണ്ടെത്തിയ കോഴിക്കോട് കിനാലൂരിൽ എയിംസ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് PT ഉഷ MP കേന്ദ്ര സർക്കാരിന് അയച്ച കത്ത് ഇന്ന് പുറത്തുവന്നു. അതിനിടെ ബിജെപിയിലെ തർക്കം സംസ്ഥാനത്തിന് എയിംസ് നഷ്ടപ്പെടാൻ കാരണമാകരുതെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജും പറഞ്ഞു. വിവരങ്ങളുമായി TV പ്രസാദും ഹരിമോഹനുമാണ് നമുക്കൊപ്പം ചേരുന്നത്. ആദ്യം പ്രസാദിലേക്ക് പോകാം. പ്രസാദ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ. ഗുഡ് ഈവനിംഗ്. ബിജെപിക്കുള്ളിലെ തർക്കം JP നദ്ദ തീർക്കുമോ? ഗുഡ് ഈവനിംഗ് സുജയ. തർക്കം തീർക്കാൻ കഴിയുമോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ചർച്ച പൊടിപൊടിക്കുകയാണ്. തർക്കം അതിരൂക്ഷമാണ് സംസ്ഥാനത്ത് BJPയിൽ. ആദ്യം സംസ്ഥാനത്ത് രാജ്യത്താകെ സുജയ 19 സംസ്ഥാനങ്ങളിലായി 22 എയിംസുകളാണുള്ളത്. ഈ 19 സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്നതിനിടയിൽ ഇത്രയും കാലമായി കേരളത്തിന് ഇതുവരെ എയിംസ് അനുവദിപ്പിക്കാൻ നമ്മുടെ BJP നേതൃത്വത്തിന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വരാനിരിക്കുന്ന എയിംസ് എവിടെ സ്ഥാപിക്കണം എന്നതിനെ ചൊല്ലിയാണ് ഇപ്പോൾ BJPയിൽ കലഹം മൂത്തിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖറിന് തിരുവനന്തപുരത്ത് വേണം, അല്ലെങ്കിൽ തൃശ്ശൂരായിരിക്കണം. സുരേഷ് ഗോപിക്ക് അത് ആലപ്പുഴയിലായിരിക്കണം. അങ്ങനെ ഓരോ നേതാക്കളുടെയും കൂടെ ആളുകളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ പറയുന്നത് കിനാലൂരിൽ ഒരു സ്ഥലം കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് ഇതുവരെയും കേന്ദ്രം എതിരഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എയിംസ് വരികയാണെങ്കിൽ അത് കിനാലൂരിൽ നടത്താം എന്ന ഒരു തീരുമാനത്തിലേക്കാണ് സർക്കാർ പോകുന്നതെങ്കിലും അത് BJPയിൽ ഇതുവരെയും ഒരു ധാരണയിലെത്തിയിട്ടില്ല. സുജയ പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ കൊല്ലത്ത് BJPയുടെ സംസ്ഥാന സമിതി യോഗം JP നദ്ദ പങ്കെടുത്തുകൊണ്ട് തുടരുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഇന്നത്തെ വരവിൽ ഒരു തീരുമാനം എയിംസിന്റെ കാര്യത്തിൽ ഉണ്ടാകുമെന്നാണ് BJPയുടെ സംസ്ഥാന നേതാക്കളും പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോരും മുറുകുന്നുണ്ട് സുജയ. ഇല്ലാത്ത എയിംസിന് വേണ്ടി, കിട്ടാത്ത അനുവദിക്കാത്ത എയിംസിന് വേണ്ടി. സുജയ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം മുതൽ എവിടെയെങ്കിലും ഒന്ന് എയിംസ് വന്നാൽ മതിയായിരുന്നുവെന്ന് കേരളം ആഗ്രഹിച്ചിരിക്കുമ്പോഴാണ് ഈ തർക്കം നിൽക്കുന്നത് എന്നതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. ഹരിമോഹൻ നമുക്കൊപ്പമുണ്ട്. ഹരിമോഹൻ, യോഗത്തിൽ ആരോഗ്യമന്ത്രി കൂടിയായ BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ ഒരു പരിഹാരം ഉണ്ടാക്കുമോ എന്നതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. യോഗം തുടങ്ങിയോ കൊല്ലത്ത്? സുജയ, സംസ്ഥാന സമിതി യോഗം തുടങ്ങിക്കഴിഞ്ഞു. JP നദ്ദ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ സംസ്ഥാന സമിതി യോഗത്തിന് മുൻപായിക്കൊണ്ട് അദ്ദേഹവുമായി, JP നദ്ദയുമായി BJP നേതാക്കൾ സംസാരിച്ചിട്ടുണ്ട്. അത് ഏതൊക്കെ വിഷയത്തിലാണ് സംസാരം ഉണ്ടായത്, അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ ധാരണയായിട്ടുണ്ടോ തുടങ്ങിയ വിവരങ്ങളൊക്കെ ഇനി പുറത്തു വരേണ്ടതുണ്ട്. പക്ഷേ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എയിംസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ BJP സംസ്ഥാന നേതൃത്വം സൂചിപ്പിച്ചിട്ടുണ്ടാവണം. കാരണം അത് സൂചിപ്പിക്കാതെ മുന്നോട്ട് പോവുക എന്നുള്ളത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറെ ശ്രമകരമായ ഒരു ദൗത്യമാണ് BJPയെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ പ്രസാദ് സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ രീതിയിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ എയിംസിൽ വലിയൊരു തർക്കം പാർട്ടിക്കുള്ളിൽ ഉടലെടുക്കുകയും പാർട്ടി രണ്ട് തട്ടിലായി നിലനിൽക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ എയിംസ് കേരളത്തിൽ വരിക എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു പ്രസ്റ്റീജ് പ്രശ്നമായി BJP മുന്നോട്ട് കൊണ്ടുപോവുക. അത് എവിടെയാണെങ്കിലും BJP സർക്കാർ മുൻകൈ എടുത്തുകൊണ്ട് എയിംസ് കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇപ്പോൾ JP നദ്ദയുടെ പ്രതികരണം അവിടെ നിന്ന് വന്നിരിക്കുന്നത്. ഹരി തന്നെ അയച്ച സന്ദേശം അനുസരിച്ച് വികസിത കേരളവുമായി മുന്നോട്ട് പോകാൻ കഴിയണം എന്നതാണ് അർപ്പിച്ചിരിക്കുന്ന ആശംസ. ഇരുമുന്നണികളുടെയും പ്രീണന രാഷ്ട്രീയത്തേക്ക് മറികടന്ന് വികസിത കേരളവുമായി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട ഒരു വികസനം വരേണ്ടത് എയിംസിന്റെ കാര്യത്തിലാണ് സാർ. അപ്പോൾ എയിംസ് കേരളത്തിന് കിട്ടുമോ? അത് ഏത് ജില്ലയിലായിരിക്കും? എല്ലാ ജില്ലകളുടെയും ജില്ലാ അധ്യക്ഷന്മാർക്ക് അവരുടെ ജില്ലയിൽ വേണമെന്നാണ് ആഗ്രഹമെന്നാണ് ഇന്ന് കാസർഗോഡ് ജില്ലാ അധ്യക്ഷ ML അശ്വിനി പറയുന്നത് കേട്ടത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉന്നയിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് എയിംസ് ഒന്ന് വന്നാൽ അത് നന്നായിരിക്കും എന്നതാണ് നമ്മളും പ്രതീക്ഷിച്ച് കാത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു നല്ല വാർത്തയ്ക്കായി നമുക്ക് കാത്തിരിക്കാം.